നേരെ ഡൽഹിയിലേക്ക് പോകുകയാണ്. ജമ്മു കാശ്മീരിൽ ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഡൽഹിയിൽ നിന്നും പുറത്തുവരുന്നു. ഉദ്ധംപൂർ മേഖലയിൽ വീടുകളിൽ ഭീകര സാന്നിധ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ ജമ്മുവിലും അതോടൊപ്പം തന്നെ കശ്മീർ വാലിയിലും ജാഗ്രതാ നിർദ്ദേശം സൈന്യം നൽകിയിരിക്കുന്നത്. കൂടുതൽ സ്ഥലങ്ങളിൽ സുരക്ഷാ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, ഈ ഉദ്ധംപൂർ മേഖല എന്ന് പറയുമ്പോൾ അത് ജമ്മു റീജിയണിൽ വരുന്നതാണ്. അവിടെയാണോ വീടുകളിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്? മാത്രമല്ല, ചൈനീസ് റൈഫിലുകൾ ജമ്മു കാശ്മീരിന്റെ ചില ഭാഗങ്ങളിൽ കണ്ടെത്തിയതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കശ്മീരിലും ജമ്മുവിലും ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണോ? ഗൗതം, ജമ്മു കാശ്മീരിൽ നിലവിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഉദ്ധംപൂരിലെ ചോർമോട്ടു ഗ്രാമത്തിൽ അവിടുത്തെ വീടുകളിലേക്ക് ഭീകരർ അതിക്രമിച്ചു കയറുകയും ഭക്ഷണ സാധനങ്ങൾ ബലമായി പിടിച്ചുവാങ്ങി തുടർന്ന് വനമേഖലയിലേക്ക് ഓടിപ്പോയി എന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതേ തുടർന്ന് ഉദ്ധംപൂർ മേഖലയിൽ സൈന്യം കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുകയാണ്. കൂടാതെ ചൈനീസ് നിർമ്മിത റൈഫിൾ സ്കോപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ജമ്മുവിലെ തന്നെ അഷ്റാബാദിൽ നിന്നാണ്. അവിടെ NIA ഓഫീസിന് സമീപത്തുള്ള വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ ചൈനീസ് നിർമ്മിത റൈഫിൾ സ്കോപ്പ്, നമ്മൾ ആയുധങ്ങൾക്ക് മുകളിൽ ഉപയോഗിക്കുന്ന സ്കോപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. അത് വിദഗ്ധ പരിശോധന നടത്തുകയും പ്രദേശത്ത് ഇപ്പോൾ പരിശോധന നടക്കുകയുമാണ്. അതായത് ജമ്മു റീജിയനിൽ കൂടുതൽ ഭീകരർ എത്തിയിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് നിലവിൽ അന്വേഷണ ഏജൻസികളുള്ളത്. സൈന്യവും CRPFും ഒപ്പം ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായുള്ള പരിശോധന തുടരുകയാണ്. ജമ്മു ശ്രീനഗർ ദേശീയപാത കൂടാതെ അതിർത്തിയോട് ചേർന്നിട്ടുള്ള വനമേഖലകൾ, മുൻപ് ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് പരിശോധന. ഒപ്പം അതിർത്തി മേഖലയിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റം തടയുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടനകളും പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും ചേർന്നുകൊണ്ട് ജമ്മു കാശ്മീരിനകത്ത് പുൽവാമ മോഡലിൽ ഒരു കാർ ബോംബ് സ്ഫോടനത്തിന് ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ IB നൽകിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ ശക്തമാക്കി. ആ പരിശോധനയിലാണ് ഉദ്ധംപൂരിലെ വനമേഖലയോട് ചേർന്നിട്ടുള്ള ഗ്രാമത്തിലെ വീട്ടിൽ ഭീകരർ അതിക്രമിച്ചു കയറി ഭക്ഷണ സാധനങ്ങൾ എടുത്ത് വനമേഖലയിലേക്ക് തിരിച്ചുപോയി എന്ന റിപ്പോർട്ടും ഒപ്പം ഈ ചൈനീസ് നിർമ്മിത റൈഫിൾ സ്കോപ്പും കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള പരിശോധന തുടരുകയാണ്. ഒപ്പം സാധാരണഗതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്കപ്പുറത്തേക്ക് പൊതു ഇടങ്ങളിലും പ്രത്യേകിച്ച് കശ്മീർ താഴ്വരയിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗൗതം, ജമ്മു കാശ്മീരിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജമ്മു മേഖലയിലെ ഉദ്ധംപൂരിൽ കഴിഞ്ഞ ദിവസം ഭീകര സാന്നിധ്യം വീടുകളിൽ കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ചൈനീസ് റൈഫിലുകൾ ജമ്മു കാശ്മീരിൻ്റെ ചില ഭാഗങ്ങളിൽ കണ്ടെത്തി. ഈ പശ്ചാത്തലത്തിലാണ് ജമ്മു റീജിയണിലും കശ്മീർ വാലിയിലും ഇപ്പോൾ സുരക്ഷാസേന അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.